ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക തന്റെ ക്ലാസ്സിലെ കുട്ടികളുമായി ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു. ഓരോ കുട്ടിയും കുറച്ച് ഉരുളക്കിഴങ്ങുകൾ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ കൊണ്ടുവരണമെന്ന് അവൾ നിർദ്ദേശിച്ചു. ഓരോ ഉരുളക്കിഴങ്ങും ആ കുട്ടി ഇഷ്ടപ്പെടാത്ത ഒരാളെ പ്രതിനിധീകരിക്കും. അതിനാൽ ഓരോ കുട്ടിക്കും ഇഷ്ടമില്ലാത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ ബാഗിലുണ്ടാകുന്ന ഉരുളക്കിഴങ്ങുകളുടെ എണ്ണം വ്യത്യാസപ്പെടും. തെരഞ്ഞെടുത്ത ദിവസത്തിൽ ഓരോ കുട്ടിയും തങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ പേരുകൾ എഴുതി പതിച്ച ഉരുളക്കിഴങ്ങുകളുമായി എത്തി. ചിലർക്ക് 5 ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായിരുന്നു, ചിലർക്ക് 10, മറ്റു ചിലർക്ക് 15 വരെ ഉണ്ടായിരുന്നു. ശേഷം അധ്യാപിക കുട്ടികളോട് പറഞ്ഞു, ഒരു പൂർണ്ണ ആഴ്ചക്കാലം അവർ എവിടെയെങ്കിലും പോകുമ്പോഴും, വാഷ്റൂമിൽ പോലും, ഈ ഉരുളക്കിഴങ്ങുകളുടെ ബാഗ് തങ്ങളോടൊപ്പം കൊണ്ടുപോകണം. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കുഴഞ്ഞു പോകുന്ന ഉരുളക്കിഴങ്ങുകളുടെ ദുർഗന്ധത്തെക്കുറിച്ച് കുട്ടികൾ പരാതിപ്പെടാൻ തുടങ്ങി. കൂടാതെ കൂടുതൽ ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായിരുന്നവർക്ക് ഭാരമേറിയ ബാഗുകൾ വഹിക്കേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കളി അവസാനിച്ചതിൽ കുട്ടികൾക്ക് വലിയ ആശ്വാസമായി. അധ്യാപിക ചോദിച്ചു, ഒരു ആഴ്ച മുഴുവൻ ഉരുളക്കിഴങ്ങുകൾ നിങ്ങളോടൊപ്പം വഹിച്ചതിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കുട്ടികൾ അവരുടെ അസന്തോഷം തുറന്നു പറഞ്ഞു. ഭാരമുള്ളതും ദുർഗന്ധമുള്ളതുമായ ഉരുളക്കിഴങ്ങുകൾ എല്ലായിടത്തും വഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടു. അപ്പോൾ അധ്യാപിക ആ കളിയുടെ അടങ്ങിയ അർത്ഥം വെളിപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ വൈരം വഹിക്കുമ്പോൾ അതും ഇതുപോലെയാണ്. കുഴഞ്ഞുപോയ ഉരുളക്കിഴങ്ങുകളുടെ ദുർഗന്ധം വായുവിൽ പടർന്നതുപോലെ വൈരം നിങ്ങളുടെ ഹൃദയത്തെ മലിനമാക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പോയാലും അത് നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും. ഒരാഴ്ച മാത്രമെങ്കിലും കുഴഞ്ഞുപോയ ഉരുളക്കിഴങ്ങുകളുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത നിങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ വൈരത്തിൻ്റെ ദുർഗന്ധം വഹിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ വൈരം, ദ്വേഷം, അസൂയ എന്നിവ വച്ചു നിർത്തുന്നത് മറ്റുള്ളവരെക്കാൾ നമ്മളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അവ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയും ജീവിതത്തെ ദുർഗന്ധമാക്കുകയും ചെയ്യുന്നു. ക്ഷമയും സ്നേഹവും തെരഞ്ഞെടുക്കുമ്പോഴാണ് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത്. അതിനാൽ വൈരം പിടിച്ചു നിർത്താതെ വിട്ടുകളയാൻ പഠിക്കൂ. ഹൃദയം ലഘുവാകും, ജീവിതം മനോഹരമാകും.